ചേട്ടാ എന്താ മോനെ ഇതെന്താ കൊറേ സാധനങ്ങൾ വെച്ച് കുറെ സാധനങ്ങളല്ല കുറച്ച് സാധനങ്ങൾ കുറച്ചധികം ബാംഗിൾസും പിന്നെ കുറച്ച് നെക്ലസും ഇതിന്റെ ഒരുപാട് ഡിസൈൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് വിക്ടോറിയൻ ജുവലറിയിൽ പെട്ടതാണ്. വിക്ടോറിയൻ ജുവലറി ഉണ്ടാവുന്ന തന്നെ 1830 മുതൽ 1900 തുടക്കത്തിൽ ഉണ്ടായിരുന്ന വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് ഡിസൈൻസിൽ പെട്ട സംഭവമാണ് വിക്ടോറിയൻ ജുവലറി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഇതുപോലത്തെ പെൻഡൻസ് വരുന്നത്, ഇങ്ങനത്തെ പെൻഡൻസ് വരുന്ന സംഭവങ്ങൾ, അതുപോലെ തന്നെ വലിയ വലിയ മോട്ടീവ്സ് ഒക്കെ യൂസ് ചെയ്ത ഡിസൈൻസിനെയാണ് വിക്ടോറിയൻ എറയുടെ കാലത്ത് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുന്നത്. അന്ന് ആ കാലഘട്ടത്ത് ജുവലറിയിലൊക്കെ ഒരുപാട് മുന്നേറ്റങ്ങൾ വന്നിരുന്നു. അപ്പോൾ അതിൽ പെട്ടിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് ആണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് വിക്ടോറിയൻ പോളിഷ് കൊണ്ട് സെല് ചെയ്യുന്നത് മെഹന്തി പോളിഷുള്ള ജുവലറികളാണ്. നമ്മുടെ റിയൽ വിക്ടോറിയൻ പോളിഷുള്ള ജുവലറി ഫുള്ളി ബഫ്ഡ് ആണ്. ഇപ്പൊ ഈ ജുവലറിയുടെ ബാക്കിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും, ഇത് ഫുള്ളി ബഫ്ഡ് ആണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിനോ കാര്യങ്ങൾക്കോ അലർജി കാര്യങ്ങൾ ഇതിൽ വരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് സ്ക്രാച്ച് വരുന്നില്ല. ഡ്രസ്സിൽ കൊളുത്തി പിടിച്ചിട്ടുള്ള ഡ്രസ്സിന് നല്ല വില കൂടിയ ഡ്രസ്സുകൾക്ക് ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ അതുപോലെ നമുക്ക് വിക്ടോറിയൻ ജുവലറിയുടെ ഒരുപാട് ഡിസൈൻസ് നോക്കണമെങ്കിൽ നമ്മുടെ പ്ലാനറ്റ് ജുവലിലോട്ട് പോയോ. പ്ലാനറ്റ് ജുവൽ വരുന്നത് സ്റ്റൈൽ പ്ലസിൽ 2nd ഫ്ലോറിലാണ്, ട്രിവാൻഡ്രം.